967 Mario Hemingway. അപ്പൊ നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് ഷോർട്ട് ഫിലിമുകളിൽ ചെയ്യുന്നത്, മ്യൂസിക് ആൽബം ചെയ്യുന്നത്. അതങ്ങനെ വളർന്ന് ഇപ്പൊ സിനിമയിലേക്ക് നിൽക്കുകയാണ്. വിപുലേട്ടനും ഞങ്ങളും എല്ലാം ചേർന്ന് ആദ്യമായിട്ട് സ്വന്തം ബാനറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഒരുപാട് വലുതാവും. 7 വർഷം മുമ്പ് നമ്മൾ വളരെ ചെറുതായിട്ട് ഒരു കഫേയുടെ തുടങ്ങി. അത് ഇന്ന് ഈ അവസ്ഥയിൽ വലിയൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നാണ് വലുതാക്കിയത്. അതുപോലെ തന്നെ ഈ സിനിമയും നിങ്ങൾ വലുതാക്കി പറഞ്ഞ് ഹൃദയപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ പടത്തിന്റെ ഹീറോ ആയ ഭയങ്കര സന്തോഷമുണ്ട്. സരിക്ക പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്പേസിൽ നിന്ന് ഷോർട്ട് ഫിലിംസും മ്യൂസിക് ആൽബംസും ഒരു സിനിമ വന്നേക്കാം. ഇനിയും സിനിമകള് വരട്ടെ. ഒരു ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. അടിപൊളിയായിട്ട് നമ്മുടെ സിനിമ പൈസ മാത്രമല്ല, അത് നമ്മളെയൊക്കെ കംഫർട്ടബിൾ ആക്കി ആവശ്യമുള്ളതൊക്കെ തന്നെ ചെയ്യാനുള്ള വലിയ കാര്യമാണ്. അപ്പോ താങ്ക് യു. ഇനിയും ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു എന്താ ഡെലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ 10 തിയേറ്റേഴ്സിൽ വരുവാണ്. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെന്റ്സും ഉള്ള സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോ താങ്ക് യു സോ മച്ച്. വാഴക്കൊമ്പ് മീനാക്ഷി, വാഴക്കൊമ്പ് മീനാക്ഷിയായിരുന്നു. ഓക്കെ, വാഴയ്ക്ക് ശേഷമുള്ള മീനാക്ഷി, നൈറ്റ് റൈഡേഴ്സിന്റെ സ്വന്തം മീനാക്ഷി, ഞങ്ങളുടെ സ്വന്തം ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ദീപിക്ക്, ഹാപ്പി ആനിവേഴ്സറി. ഹോൾ ടീമിന് കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കഫേയാണ്. ഞങ്ങൾക്ക് സാറ്റിൽ ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവിടെ ചില്ലിയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ടു ദി എൻറ്റയർ ടീം. അനുജനായ നൗഫലും ശരത്തും സിനിലും വിഷ്ണു എല്ലാരും കൂടി തകർത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒക്ടോബർ 10 നമ്മളെല്ലാം കൂടി സിനിമ കാണാൻ വരും. നമുക്ക് ആരുടെങ്കിലും ആനിവേഴ്സറി ഉണ്ടെങ്കിൽ കൊണ്ടാടാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സിനിമ കാണുക, വിജയിപ്പിക്കുക, നല്ല എടുത്ത് പറയുക. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു കച്ചവട സംരംഭം നമ്മൾ 7ാം വർഷത്തിലോട്ട് എത്തുക. നമ്മുടെ കേരളത്തിൽ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇത്ര നാട്ടിൽ പോവുക, മുമ്പോട്ട് പോവുക, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇനി ഒരുപാട് കഫേകൾ തുടങ്ങാൻ, ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങാൻ പ്രിയപ്പെട്ട സുഹൃത്ത് സജിലും ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനോടാണ്. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോളേജിൽ പോയിട്ട് ഒരു അബദ്ധം പറ്റിയതാണ്. അത് വയറലായി. എന്നാ അറിയാലോ, നമ്മുടെ ബിഗ് ബോസിന്റെ അന്വേഷണം കാണിച്ചത്. അതിപ്പോ ലാലേട്ടൻ വരെ കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു. ന്യൂസ് ആസിഫലിയും അതിനെ പറ്റി സംസാരിക്കേണ്ടത്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. നന്ദി വാക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തുള്ളത് റബി കഫേ. നമ്മള് അങ്ങനെ ഈ കഫേനൊക്കെ മുമ്പ് നമ്മള് ചെയ്യാൻ വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അതോ നമ്മുടെ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ആണോ അതായിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 7 ഇയേഴ്സിലോട്ട് എത്തിരിക്കുകയാണ്. 7 is heaven എന്ന് പറയുന്ന പോലെ സ്വർഗമായി മാറട്ടെ. എല്ലാവർക്കും സ്വർഗത്തിലെ കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ 10 നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ്. അപ്പൊ വലിയൊരു വിജയത്തിന് സാക്ഷ്യം കുറിച്ചു അഭിമാനത്തോട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. സിനിമ ആഗ്രഹിച്ച് നടക്കുമ്പോൾ എന്തോ ഒരുപാട് കാലം സ്പെൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ഇതൊരു 7ാമത്തെ വർഷത്തിലേക്ക്
കടക്കുന്നു. അപ്പൊ ആ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ ഹോമിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. ദെൻ ഇവിടുന്ന് വരുന്ന ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ ചെറിയൊരു വേഷമാണ്, ബട്ട് സ്റ്റിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് സച്ചിൻ, നമ്മുടെ ഈ ആക്ടേഴ്സ് എല്ലാവരും ട്രസ്റ്റ് ചെയ്തേക്കുക. നൗഫൽ ബ്രോയുടെ ഫസ്റ്റ് ഫിലിം എന്ന രീതിയിൽ ഉറപ്പായിട്ടും വരവത്തേക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ എല്ലാവരും ഒക്ടോബർ 10 കാണുക. എന്താ പറയുക, നമ്മുടെ 7th ആനിവേഴ്സറിക്ക് ഹാപ്പി ബർത്ത്ഡേ വൈകിട്ട്